8 മക്കളിൽ ഏറ്റവും ഇളയാള്. ഇശായിയുടെ വീട്ടിൽ ശമൂവേൽ പ്രവാചകൻ ചെന്നു. യാഗസദ്യ നടത്താനുണ്ട്. മക്കളെയെല്ലാം ക്ഷണിച്ചു വരുത്തി. അതിലൊരാളാണ് രാജാവ്. പക്ഷേ ശമൂവേൽ പ്രവാചകൻ അറിയത്തില്ല ഇതിൽ ആരാണ് രാജാവെന്ന്. ഏറ്റവും പൊക്കമുള്ള ആളിനെ നോക്കി, ഏറ്റവും പ്രായമുള്ള ആളിനെ നോക്കി. ദൈവം പറഞ്ഞു, ഞാൻ അവരെ തിരഞ്ഞെടുത്തില്ല. 7 മക്കൾ വന്നു, 7 പേരെയും ദൈവം തിരഞ്ഞെടുത്തില്ല. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ചോദിക്കുക, ഇനി വേറെ മക്കൾ നിനക്കുണ്ടോ? വേറെ ആളുകൾ നിനക്കുണ്ടോ? ഇവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ. ഇനി ഒരുത്തനുണ്ട്. അവൻ കാട്ടിൽ ആടുകളുടെ പുറകെ നടക്കുക. ആടുകളെ മേയ്ക്കുന്ന ഏറ്റവും ഇളയ ബാലകൻ. വേഗം ആളയച്ച് അവനെ വരുത്തുക. അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കുകയില്ല. എന്താ കാരണം? തൈലക്കൊമ്പിൽ തൈലം നിറച്ചുകൊണ്ട് വന്നിരിക്കുന്ന അഭിഷേക തൈലം, രാജാവിന്റെ അഭിഷേക തൈലം, അത് ദാവീദിന്റെ തലയിൽ ഒഴിക്കാനായിട്ട്, അവനെ അഭിഷേകം ചെയ്യാനായിട്ട് ദൈവ നിയോഗത്തിൽ വന്നിരിക്കുകയാണ്. അതിന് പകരം ഇവിടെ ആളുകളെ വിളിച്ചുകൂട്ടി ആളുകളെ എല്ലാം കാണിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രധാനം. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വലുതാണ്. ഓർത്തുകൊള്ളുക. മനുഷ്യർ നിങ്ങളെ അവഗണിച്ചാലും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വലുതാണ്. മനുഷ്യർ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വലുതാണ്.